ലാമിൻ അമാലിന് സ്പെയിനിൽ നിന്നും വംശീയാധിക്ഷേപം നേരിട്ടത് നമ്മളെല്ലാവരും കണ്ടൊരു വാർത്തയായിരുന്നു. അതായത് ഫുട്ബോളിൽ നമ്മളിപ്പോ വിനീഷ്യസിന്റെ കേസ് പലപ്പോഴും എടുത്തു പറയുന്നുണ്ട്, വംശീയാധിക്ഷേപം നേരിടുന്ന ഒരു പ്ലെയർ. അത്തരത്തിൽ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ വംശീയാധിക്ഷേപം നേരിടുകയാണ് ലാമിൻ അമാൽ. ഇതിനു മുമ്പ് പല കറുത്തവർഗക്കാരായ താരങ്ങൾക്കും മാരിയോ ബെല്ലോട്ടലി അടക്കമുള്ള പല താരങ്ങൾക്കും ഇത്തരത്തിലുള്ള വംശീയാധിക്ഷേപം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി വിനീഷ്യസ് ജൂനിയർ ലാമിൻ അമാലിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ വിനീഷ്യസ് ജൂനിയറിന്റെ വാക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കേവലം നമ്മുടെ സ്പെയിനിലോ ജർമ്മനിയിലോ അല്ലെങ്കിൽ പോർച്ചുഗലിലോ ഒതുങ്ങി നിൽക്കുന്ന സംഭവമല്ല. എല്ലാ രാജ്യത്തും ഇവന്താ നമ്മുടെ ഈ ഇന്ത്യയിലും കൊച്ചു കേരളത്തിലടക്കം ഈ ആളുകളുടെ മനസ്സിൽ ഈ ഒരു സംഭവം ഉണ്ട്. കേവലം നിറത്തിന്റെ പേരിൽ ഒരാളെ തരം തിരിച്ചു കാണുന്ന ഒരു രീതി. അത് നിറം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന സംഭവമല്ല. അത് പരമ്പരാഗതമായിട്ട് കിട്ടുന്ന സംഭവമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഏതായാലും നമുക്ക് വിനീഷ്യസിന്റെ വാക്കുകളിലേക്ക് പോകാം. അതായത് വിനീഷ്യസ് പറയുന്നത് ഇപ്രകാരമാണ്: ഐ ഹോപ്പ് ദാറ്റ് ലാമിൻ ക്യാൻ കണ്ടിന്യൂ ദിസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് റേസിസം ആസ് മീ. എന്നെ പോലെ തന്നെ ലാമിൻ അമാലിലും റേസിസത്തിനെതിരെയുള്ള വംശീയാധിക്ഷേപത്തിനെതിരെയുള്ള ആ ഒരു പോരാട്ടം തുടരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വി ആർ ടുഗദർ. ഞങ്ങൾ ഒരുമിച്ചാണ്. വി ഹാവ് മണി. ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. ബട്ട് പോർ ബ്ലാക്ക് പീപ്പിൾ ഹാവ് മോർ ഡിഫിക്കൽട്ടീസ് ദാൻ വി ഡു ആൻഡ് വി ഹാവ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് റേസിസം ആൾ ടുഗദർ. ഞങ്ങളുടെ കയ്യിൽ കാശുണ്ട്, പക്ഷെ ഞങ്ങളേക്കാൾ ഇതിന് പ്രയാസപ്പെടുന്നത് പണമില്ലാത്ത പാവപ്പെട്ടവരായിട്ടുള്ള ബ്ലാക്ക് പീപ്പിൾസ് ആണ്. ഇതിനെതിരെ ഞങ്ങൾ ഒരുമിച്ച് പോരാടും എന്നുള്ള കാര്യമാണ്. ഐ ആം നോട്ട് സെയിങ് സ്പെയിൻ, ജർമ്മനി, പോർച്ചുഗൽ ആർ റേസിസ്റ്റ് കൺട്രീസ്, ബട്ട് ദേ ആർ റേസിസ്റ്റ് ഇൻ എവറി കൺട്രി. ഞാൻ ഈ പറയുന്നത് സ്പെയിൻ, പോർച്ചുഗൽ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ റേസിസ്റ്റ് രാജ്യങ്ങൾ ആണ് എന്നല്ല. പക്ഷെ അവിടെ റേസിസ്റ്റ് ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ രാജ്യത്തും അത്തരത്തിലുള്ള മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ട്. ആൻഡ് ഇഫ് വി ഫൈറ്റ് ടുഗദർ ഹോപ്പ്ഫുള്ളി അതർ പ്ലേയേഴ്സ് ആൻഡ് പീപ്പിൾ വിൽ സ്റ്റോപ്പ് സഫറിങ് ദിസ്. അതായത് ഞങ്ങൾ ഇതിനെതിരെ ഒരുമിച്ച് പോരാടിയ ഒരുപക്ഷെ മറ്റു താരങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു മനുഷ്യർക്കും ഇതിൽ നിന്നുള്ള ഒരു വേദന ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വംശീയാധിക്ഷേപം ഫുട്ബോളിൽ മാത്രമല്ല നമ്മളെ ലോകത്ത് തന്നെ ഒരുപാട് ആളുകളുടെ തലയിലുള്ള സാധനമാണ്. പക്ഷെ അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല. നമ്മളെ ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്, അല്ലാതെ അവരുടെ നിറമോ അല്ലെങ്കിൽ അവരുടെ മതമോ വെച്ച് ഒരിക്കലും ഒരാളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.